ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ജയ്പൂർ മെട്രോ സ്റ്റേഷൻ്റെ താഴെയാണ്. നോക്കിയാൽ ജയ്പൂർ മെട്രോ സ്റ്റേഷൻ്റെ വലിപ്പം ഒന്ന് നോക്കിയാൽ ജയ്പൂർ മെട്രോ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടുന്ന് ജയ്പൂരിൽ നിന്ന് ഡൽഹിക്കാണ്, ജോധ്പൂർ ന്യൂഡൽഹി വന്ദേ ഭാരത് എക്സ്പ്രസ്സിന്. അതിന് മുന്നേ നമുക്ക് ജയ്പൂരിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ഹവാ മഹൽ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഹവാ മഹൽ കാണാൻ പോകുന്നത് ഇവിടെ ജയ്പൂർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് മെട്രോ എടുത്ത് ഹവാ മഹലിൻ്റെ അടുത്ത് തന്നെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്, അവിടെ പോയി ഇറങ്ങാൻ പറ്റും. ഇവിടെ നിന്ന് 10 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ഹവാ മഹൽ കണ്ടിട്ട് നമുക്ക് ഡൽഹിക്ക് പോകാം വന്ദേ ഭാരതിന്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മെട്രോ സ്റ്റേഷൻ ആരുടെ ബ്രാൻഡിങ് ആണെന്നറിയോ? മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ ബ്രാൻഡിങ് ഉള്ളൊരു മെട്രോ സ്റ്റേഷനാണ്. അതൊക്കെ ഫുള്ള് റെഡ് കളറിലാണ് ആ മെട്രോ സ്റ്റേഷൻ ഇരിക്കുന്നത്. ഇത് കണ്ടാലൊരു മെട്രോ സ്റ്റേഷനാണെന്ന് ഒന്നും പറയത്തില്ല കേട്ടോ. ഭയങ്കര ശോകമാണെന്ന് നോക്കി, ഭയങ്കര ശോകം എന്ന് വെച്ചാൽ ഭയങ്കര ശോകമാണ്. ജയ്പൂർ മെട്രോ റെയിൽ കോർപ്പറേഷനാണിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഒരു സ്റ്റേറ്റ് ഓൺഡ് കമ്പനിയാണ്. ഡൽഹി മെട്രോ റെയിൽക്കാരുടെ ശോകമാണെന്ന് കണ്ടിട്ട് ഭയങ്കര മോശമാണ്, മെയിൻറ്റെയിൻ ഉണ്ടല്ലോ ഒട്ടും. ഇനി ട്രെയിനിലൊക്കെ കയറുമ്പോൾ എന്താണ് അവസ്ഥയെന്ന് അറിയത്തില്ല, എന്തായാലും കയറി നോക്കാം. 2015 ഇത് ഓപ്പറേഷൻ തുടങ്ങുന്നത്. ഇവിടെ വലിയ സുഖമൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്തായാലും അകത്തോടെ കയറി പോകുമ്പോൾ അറിയാൻ പറ്റും. ഇവിടുന്ന് ഹവാ മഹലിന് അടുത്തുള്ള സ്റ്റേഷൻ്റെ പേര് ബഡി ചൗപ്പാർ എന്നാണ് കേട്ടോ. അവിടെ നിന്ന് ഒരു 100 മീറ്റർ നടന്ന ഹവാ മഹലായി. അപ്പോൾ നമുക്ക് ഇവിടെ കോയിനാണ് കേട്ടോ. ഇവിടെ മറ്റേ സ്കാനറോ സംഭവങ്ങളോ ഒന്നുമില്ല, കോയിനാണ്. ഒരു കോയിൻ തന്നിട്ടുണ്ട്. അപ്പോൾ കോയിൻ സ്കാൻ ചെയ്തിട്ട് ഇനി അവിടെ ഇറങ്ങുന്നിടത്ത് അത് ഇൻസേർട്ട് ചെയ്താൽ മതി. വലിയ സുഖമൊന്നുമില്ല, ഒട്ടും മെയിൻറ്റെയിൻ അല്ല. ഇത് കണ്ടോ, ഒട്ടും മെയിൻറ്റെയിൻ അല്ല. ഒരു മെട്രോ ആണെന്ന് പോലും പറയത്തില്ല. ഇതിലും ഭേദമാണ് ഡൽഹി മെട്രോ. നോക്ക്, അത് ഭയങ്കര ശോകമാട്ടോ. ഇനി ട്രെയിനൊക്കെ എന്താ അവസ്ഥയെന്ന് അറിയത്തില്ല. 4 കോച്ചുകളുള്ള ഒരു മെട്രോയുടെ റേക്കാണ് കേട്ടോ ഇവിടുത്തെ റോളിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. BML റോളിംഗ് സ്റ്റോക്കാണ്. അവിടെ മുകളിലാണ് ഇതിൻ്റെ സപ്ലൈ ഒക്കെ വരുന്നുണ്ടോ. നമ്മുടെ അവിടെ കൊച്ചി മെട്രോയൊക്കെ താഴെയല്ലേ, പക്ഷേ ഇത് ഡൽഹി മെട്രോയെ പോലെ മുകളിലാണ് ഇതിൻ്റെ അവർ OH കൊടുത്തിരിക്കുന്നത്, പവർ സപ്ലൈ. ഇതാണ് നമ്മുടെ ജയ്പൂർ മെട്രോ ട്രെയിൻ. വലിയ കുഴപ്പമൊന്നുമില്ല, ട്രെയിന് വലിയ സീനൊന്നുമില്ല. ഓക്കെ അത്രേ ഉള്ളൂ. അത്ര വലിയ മെയിൻറ്റെയിൻ ഒന്നുമല്ല സാധനം കേട്ടോ. വലിയ ഗുണമൊന്നുമില്ല, എന്തൊക്കെയോ ഒരു പോരായ്മ കേട്ടോ. നമ്മൾ സാധാരണ ഒരു സ്ഥലത്തെ മെട്രോ കയറുന്ന പോലെയല്ല, ഇതിൽ എത്രയോ ഭേദം നമ്മുടെ അവിടെ കൊച്ചി മെട്രോ അല്ലേ. എന്തൊക്കെയോ ഒരു മിസ്സിങ്. ഇവിടെ നിന്നൊരു 3 സ്റ്റേഷൻ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഹവാ മഹലിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലെത്തും. അവിടെ ഇറങ്ങിയാൽ തൊട്ടടുത്ത് തന്നെയാണ് ഹവാ മഹൽ ഉള്ളത്. നമ്മളങ്ങനെ ബഡി ചൗപ്പർ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ട്രെയിൻ ഇവിടം വരെ ഉള്ളൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ ഇനി ഇവിടെ നിന്ന് തിരിച്ചിനി നമ്മൾ വന്ന ഭാഗത്തേക്ക് പോകും. ഈ സ്റ്റേഷൻ ഇരിക്കുന്ന അണ്ടർഗ്രൗണ്ടാണ് കേട്ടോ. നമ്മൾ നേരത്തെ വന്നതൊക്കെ മറ്റേ പാലമല്ലായിരുന്നോ, പക്ഷേ ഇത് അണ്ടർഗ്രൗണ്ടാണ്. നമ്മളങ്ങനെ മെട്രോ ഇറങ്ങി വരുമ്പോൾ ഇവിടുത്തെ കെട്ടിടങ്ങൾക്കെല്ലാം ഉണ്ടോ ഒരുമാതിരി പിങ്കും റെഡും കൂടെ കളർന്നൊരു കളറല്ലേ. നമ്മുടെ ജയ്പൂർ എന്ന് പറയുന്നത് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ഒരു നഗരമാണ്. അപ്പോൾ ഈ പിങ്ക് സിറ്റി വരാൻ കാര്യം ഇവിടുത്തെ കെട്ടിടങ്ങൾക്കെല്ലാം ഒരുമാതിരി പിങ്ക് നിറമാണ്, പിങ്ക് റെഡും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ നമുക്ക് ഈ മെട്രോ ഇറങ്ങി വരുമ്പോൾ തന്നെയാണ് ഹവാ മഹൽ എന്ന് പറഞ്ഞ സംഭവം ഉള്ളത്. നമ്മുടെ ഈ ജയ്പൂരിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് ലാൻഡ്മാർക്കാണ് ഹവാ മഹൽ. ജയ്പൂർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഈ ഒരു സംഭവമാണ്, ഈ ഒരു കെട്ടിടമാണ്. നമ്മുടെ കൃഷ്ണൻ്റെ കിരീടം പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്, ഒരു ഹണി കോംബ് സ്ട്രക്ചറിലിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഹവാ മഹൽ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ഭംഗിയല്ലേ. അപ്പോൾ ഇതെന്താ സംഭവം ഞാൻ പറഞ്ഞുതരാവേ. ഈ ഹവാ മഹലിൻ്റെ അകത്ത് നമുക്ക് കയറണമെങ്കിൽ ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഇവിടുത്തെ പാലസ് ഉള്ളത്. അറിയാമല്ലോ, രാജസ്ഥാൻ എന്ന് പറയുന്നത് ഭയങ്കര റോയൽ റിച്ച് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ, രാജസ്ഥാനിൽ ഇഷ്ടംപോലെ പാലസുകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ സിറ്റി പാലസ് എന്നൊരു പാലസ് ഉണ്ട്. ആ പാലസ് ഇതിന് തൊട്ട് പുറകിലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കയറണമെങ്കിൽ ആ പാലസിനകത്തൂടെ കയറി വന്നാലേ ഇവിടെ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. അവിടെ നമുക്ക് ഇതിലെ കൂടെ കയറാൻ എൻട്രൻസോ അങ്ങനെയൊന്നും ഇല്ല. ഈ ഹവാ മഹലിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പാലസ് ഓഫ് വിൻസ് എന്നാണ്. അതായത് വിൻഡ്, കാറ്റുണ്ടല്ലോ, കാറ്റ് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ. 1799 ഇവിടുത്തെ രാജാവായിരുന്ന മഹാരാജ സവായ് പ്രതാപ് സിംഗ് എന്നൊരു രാജാവുണ്ട്. അപ്പോൾ അന്ന് ഇതേപോലെ ഈ രാജകൊട്ടാരത്തിലെ ഈ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനുള്ള അനുവാദം അങ്ങനെയൊന്നുമില്ല, പണ്ടങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ അവർക്ക് ഈ സിറ്റിയിലെ കാഴ്ചകളും ഇവിടെ നടക്കുന്ന ഓരോ ഫെസ്റ്റിവൽസൊക്കെ കാണാൻ വേണ്ടി അന്നത്തെ രാജാവ് പണിത് കൊടുത്ത ഒരു മഹലാണ് ഈ കാണുന്ന ഈ ഹവാ മഹൽ എന്ന് പറയുന്നത്. കണ്ടോ നോക്കി. അപ്പം അന്നത്തെ ഈ രാജകൊട്ടാരത്തിലെ സ്ത്രീകളൊക്കെ ഇവിടെ വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്നത്, ഈ സിറ്റിയിലെ കാഴ്ചകളും പിന്നെ ഇവിടുത്തെ ലോക്കൽ ലൈഫും സംഭവങ്ങളൊക്കെ. അതിന് വേണ്ടി ഉണ്ടാക്കിയൊരു സംഭവം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ സംഭവത്തിനകത്ത് കയറിയാൽ ശരിക്കും നല്ല തണുപ്പാണ്. ഞാൻ കയറിയിട്ടുണ്ട്.
എന്നാൽ ഈ ചേട്ടനോട് വന്നപ്പോൾ കയറിയാണ്. ഇതിനകത്ത് കയറിയാൽ അറിയാമല്ലോ, രാജസ്ഥാനിലെ ചൂട് ഭയങ്കരമാണ്. അപ്പോൾ ഇതിനകത്ത് കയറിയാൽ നല്ല തണുപ്പ് കിട്ടും. കാരണം നല്ല വിൻഡ് സർക്കുലേഷൻ ഉള്ളൊരു സംഭവമാണ്. കുറച്ച് തിൻ സ്ട്രക്ചറാണ്, പക്ഷേ ഇതിനകത്ത് കയറിയ നല്ല നല്ല തണുപ്പാണ് ഇതിനകത്ത് കയറിയാൽ. ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് റെഡും പിങ്കും കളറിലുള്ള സാൻഡ് സ്റ്റോൺ വെച്ചിട്ടാണ്. ഇതിന് 953 ജനാലകളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നോക്കിയേ, 953 വിൻഡോസ്. ആരും വിശ്വസിക്കുമോ? അതുപോലത്തെ ചെറിയ ചെറിയ വിൻഡോസാണ്, അറിയോ? ഈ ഒരു സംഭവം ഇവിടെ നിന്ന് കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ്. രാവിലെ വന്ന് നല്ല കറക്റ്റ് ലൈറ്റ് ആയിരിക്കും, വൈകിട്ട് വന്നാൽ ബാക്ക് ലൈറ്റ് ആയിരിക്കും കേട്ടോ. രാവിലെ നല്ല കിടല ലൈറ്റ് ആവണ്ടോ, ഒന്നുകൂടെ രാവിലെ വരണം, ഒന്നുകൂടെ രാവിലെ വന്നാൽ അടിപൊളിയായിരിക്കും ഒന്നുകൂടെ. എല്ലാവരും അതിൻ്റെ താഴെ നിന്ന് ഫോട്ടോ എടുക്കുന്നതുണ്ടോ? ഇതിനകത്ത് നമുക്ക് എനിക്കൊന്നും ഇത് ഓപ്പൺ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അല്ല, അതിൻ്റെ അകത്തൊക്കെ ആൾക്കാരെ കണ്ടേനെ, അവിടെ പാലസ് ഓപ്പൺ ആയിട്ടില്ലെന്ന് തോന്നുന്നു. അല്ല, അതിൻ്റെ അകത്തോടൊക്കെ ആൾക്കാർ നോക്കുന്നത് കാണാൻ പറ്റും. എന്നാലും ഇതൊരു കിടില സംഭവമാണ് കേട്ടോ. ജയ്പൂർ വന്നവർക്ക് അറിയാൻ പറ്റും, അടിപൊളിയാണിത്. അപ്പോൾ ഇനി നമുക്ക് വന്ദേ ഭാരത് പിടിക്കാൻ പോവാം. വന്ദേ ഭാരത് 9:30-ക്കാണ് ഇവിടെ ജയ്പൂർ എത്തുന്നത്. എന്നിട്ട് നമ്മൾ ഉച്ചയൊക്കെ ആവാറാകുമ്പോൾ ഡൽഹി എത്തും. അപ്പോൾ നമുക്കിനി നേരെ സ്റ്റേഷനിൽ പോവാം. അങ്ങനെ നമ്മളങ്ങനെ തിരിച്ച് ബാക്ക് ടു ജയ്പൂർ ജംഗ്ഷൻ. നമ്മുടെ വന്ദേ ഭാരത് വരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് കേട്ടോ. ഏകദേശം 9:20, 9:30 ആകുമ്പോൾ നമ്മുടെ വണ്ടി വരും. രാവിലെ നല്ല തിരക്കാണ്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ പോയി കയറാം. ഇനി നിറച്ച ആൾക്കാരാണ് കേട്ടോ, നല്ല തിരക്കാണ് ഇന്ന്, ഫുൾ ആൾക്കാരാണ്. നമ്മുടെ വന്ദേ ഭാരത് ഫുള്ളാണ് കേട്ടോ, ചാർട്ടൊക്കെ നോക്കിയാൽ ഫുള്ളാണ്ടത്. അപ്പോൾ ഇതിലെ ഇവരെനിക്കൊരു സെക്യൂരിറ്റി ചെക്ക് എന്തൊക്കെയുണ്ട്, കാരണം ഇത് കയറ്റി വിടുന്ന കുറേ പോലീസുകാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ബാഗ് ചെക്ക് ചെയ്തേ വിടത്തുള്ളൂ. ഇവിടെ പ്ലാറ്റ്ഫോം 1 ഭുജിൽ നിന്നും ബറേലി പോകുന്ന ഒരു എക്സ്പ്രസ് അങ്ങോട്ട് വരുന്നുണ്ട്. അതാണ് ഇത്രയും തിരക്ക്. ആ വണ്ടിയിൽ കയറാൻ വേണ്ടിയാണ് ഇത്ര, എന്തോ ആളാന്ന് നോക്കിയാൽ നിറച്ച ആളാണ്. അപ്പോൾ ആ വണ്ടി കയറാണ് ഇവിടെ ഇത്ര ആൾക്കാർ നിൽക്കണം കണ്ടോ. നമ്മൾ പോകുന്ന വന്ദേ ഭാരത് ട്രെയിൻ നമ്പർ 26481 എന്നാണ്. ഇത് ജോധ്പൂരിൽ നിന്ന് രാവിലെ എടുത്ത് ഉച്ചയ്ക്ക് 1:30-ക്ക് ഡൽഹി കണ്ടോൺമെൻറ്റ് വരെ പോകുന്ന ഒരു വന്ദേ ഭാരതാണ്. കഴിഞ്ഞ വർഷം 2025 തുടങ്ങിയ ഒരു സർവീസാണിത്. നല്ല ഫുള്ളായിട്ട് ഓടുന്ന വണ്ടിയാണ്, നല്ല ഡിമാൻഡാണ് ഇതിന്. കൂടുതലും ജോധ്പൂരിൽ നിന്ന് ഡൽഹി വരെയാണ് ഇതിൽ ആൾക്കാർ കയറുന്നത്. ഫുൾ എൻഡ് ആൾക്കാരാണ്. അപ്പോൾ നമ്മളിപ്പോൾ ജയ്പൂരിൽ നിന്നാണ് കയറുന്നത്. ജയ്പൂർ സമയം 9:20 ഓൺ ടൈം ആണ് ഇപ്പോൾ വണ്ടി. വന്ദേ ഭാരത് ആസ്യൂഷ്വലി ഓൺ ടൈം ആണല്ലോ, ഡിലേ ആവത്തില്ലല്ലോ. എന്തോരാളാന്ന് നോക്കിയേ, ആ ഭുജ് വണ്ടിയിൽ വന്ന് ഇറങ്ങിയ ആൾക്കാരാണ് കണ്ടോ. ഫുള്ള് പണിക്കാരെന്തൊക്കെയാണ് നോക്ക്, ഫുള്ള് ആൾ നോക്ക്. ആ പ്ലാറ്റ്ഫോം 1 എന്ന് പറഞ്ഞാൽ ആ പ്ലാറ്റ്ഫോം ഫുള്ള് ക്രൗഡഡാണ് ഇപ്പോൾ നോക്ക്. എന്തോ ആളാന്ന് നോക്കിയേ, എൻ്റെ ദൈവമേ, നിറച്ചാള്. ഈ ജയ്പൂർ ജംഗ്ഷനൊക്കെ ഉള്ളത് നോർത്ത് വെസ്റ്റേൺ റെയിൽവേയാണ്. നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ജയ്പൂർ ഡിവിഷനാണിത്. അപ്പോൾ നമ്മൾ വരുന്ന വന്ദേ ഭാരത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നോർത്ത് വെസ്റ്റേൺ റെയിൽവേ ആണ്. ജോധ്പൂരിന് മെയിൻ്റനൻസിലുള്ള ഒരു വന്ദേ ഭാരതാണത്. അപ്പോൾ ജോധ്പൂരിൽ നിന്ന് രാവിലെ വിട്ട് ഡൽഹി ചാവനി എത്തിയിട്ട്, ഡൽഹി ചാവനി എന്നാണ് ഹിന്ദി പറയുന്നത്, അവിടെ എത്തിയിട്ട് തിരിച്ച് അന്ന് തന്നെ വിട്ടിട്ട് രാത്രി ജോധ്പൂർ എത്തുന്ന രീതിയിലാണ് ആ വണ്ടി പോണേ. ഈ വന്ന വണ്ടി ഏതാണെന്നറിയോ? ഇത് കണ്ടോ, ഇത് തമിഴ്നാട്ടിലെ മണ്ണാർഗുഡിയില്ലേ, മണ്ണാർഗുഡിയിൽ ഭഗത് കി കോട്ടി ഉണ്ടല്ലോ ജോധ്പൂരിൽ, അവിടം വരെ പോകുന്ന ഒരു എക്സ്പ്രസ് ആണിത്. നമുക്ക് മണ്ണാർഗുഡി ജോധ്പൂർ, നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടിയാണ് കേട്ടോ. ഈ ജയ്പൂർ പാസ് ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ നിന്ന് ഒറ്റ വണ്ടിയുള്ളത് നമ്മുടെ എറണാകുളം അജ്മീർ മരിസാഗർ എക്സ്പ്രസ്. അപ്പോൾ ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടിയാണ് കേട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് മണ്ണാർഗുഡി ഉണ്ടല്ലോ, മണ്ണാർഗുഡിയിൽ നിന്ന് ജോധ്പൂർ പോകുന്നൊരു എക്സ്പ്രസ് ആണ് ഇതുണ്ടാ. നമ്മുടെ സദേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. സദേൺ റെയിൽവേയുടെ ട്രിച്ചി ഡിവിഷൻ്റെ വണ്ടിയാണിത്. നമ്മുടെ കോച്ച് ഏറ്റവും ബാക്കിലാണ്, C1 എന്ന കോച്ചാണ്. അപ്പോൾ ഈ വന്ദേ ഭാരതിൽ ഉച്ചക്കത്തെ ലഞ്ച് ലോഡ് ചെയ്ത ജയ്പൂരിൽ നിന്നാണ്. അപ്പോൾ ഇപ്പോഴേ ലഞ്ച് ലോഡ് ചെയ്ത് മിക്കവാറും അവർ ചൂടാക്കി തരത്തേ ഉള്ളൂ. നമ്മുടെ ജോധ്പൂർ ഡൽഹി കണ്ടോൺമെൻറ്റ് വന്ദേ ഭാരത് കണ്ട് വരുന്നുണ്ട്. ഓറഞ്ച് വന്ദേ ഭാരതാണ് കേട്ടോ. ഞാൻ കരുതി വെള്ളയായിരിക്കും എന്ന് വെച്ചാൽ വെള്ളയല്ല, ഓറഞ്ചാണ്. ഇത് 8 കോച്ചുകൾ മാത്രമുള്ളൊരു 8 കോച്ച് വന്ദേ ഭാരതാണേ. അടിപൊളി അടിപൊളി വണ്ടിക്കാർ, നല്ല ആൾക്കാർ കയറാനിപ്പുണ്ട്. നോർത്ത് വെസ്റ്റേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു വന്ദേ ഭാരതാണ്. 2023 ഉണ്ടാക്കിയ ഒരു റേക്കാണിത് കേട്ടോ. 23 മീഡാണ്. നമ്മുടെ ഏറ്റവും ബാക്കിലാണ് C1, ഏറ്റവും ബാക്കിൽ. ജോധ്പൂരിൽ നിന്ന് കയറിയ കുറേ ആൾക്കാർ ഇവിടെ ഇറങ്ങാറുണ്ട്. അപ്പോൾ ഇനി ഇറങ്ങിയിട്ട് നമുക്ക് കയറാം. എനിക്ക് ധൃതിയില്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ധൃതിയാണ്. നോക്കാം, പുള്ളി കയറാൻ വേണ്ടി നോക്കിയിരിക്കുക, ആൾക്കാർ ഇറങ്ങാൻ പോലും സമ്മതിക്കണല്ലോ. നോക്ക് എന്തായാലേ, നോക്ക് ആൾക്കാർ ഇനി ഇറങ്ങാനുണ്ട്, സമ്മതിക്കണില്ല. നമ്മുടെ ഈ സൈഡിലത്തെ 2 സീറ്റിൽ ഒരെണ്ണമാണ് വിൻഡോ സൈഡാണ്. 14 ആണ് നമ്മുടെ സീറ്റ് നമ്പർ കേട്ടോ. ഒന്നും പറയണ്ട, എൻ്റെ സീറ്റിൻ്റെ അവിടെ ഒരു വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, ഗ്രൂപ്പുണ്ട്. അവർ പറഞ്ഞു ഇവിടെ 43 ഇരിക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇരിക്കാമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. വിൻഡോ സീറ്റാണ്, നമുക്കത് മതി. പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ അത് ഫുഡ് കൊണ്ടുതരുന്ന ആൾ പറയണം. കാരണം അവർ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് ജെയിൻ മീലാണ്. എനിക്ക് ജെയിൻ മീലൊന്നും വേണ്ട, അവർ ജെയിൻ ആൾക്കാരാന്ന് തോന്നുന്നു. നമ്മുടെ വന്ദേ ഭാരത് അങ്ങനെ ജയ്പൂരിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് വെറും 4 മണിക്കൂർ മതി നമുക്ക് ഡൽഹി കണ്ടോൺമെൻറ്റ് വരെ എത്താൻ വേണ്ടിയിട്ട്. ഉച്ചയ്ക്ക് 1:30-ക്ക് ഈ സാധനം എത്തും, ചിലപ്പോൾ അതിന് മുന്നേ എത്തും. നല്ല നല്ല ഹൈ സ്പീഡ് റൂട്ടാണ്, അറിയാമല്ലോ. ഇത് പോകുന്നത്
ഇനി ഇവിടുന്ന് അടുത്ത സ്റ്റോപ്പ് ഗാന്ധിനഗർ എന്ന് പറഞ്ഞ സ്ഥലമാണ്, തൊട്ടടുത്തൊരു സ്റ്റേഷനാണ്. അത് ഈ ജയ്പൂറിന് ഔട്ട്സ്കർട്ട്സുള്ള സ്റ്റേഷനാണ്. പിന്നെ അൽവാർ, റിവാഡി, പിന്നെ ഗുർഗാവ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഡൽഹി കണ്ടോൺമെൻറ്റ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഗാന്ധിനഗർ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഈ ജയ്പൂരിന് തൊട്ടടുത്തുള്ളൊരു സ്റ്റേഷനാണ്. 8 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസേ ഉള്ളൂ. ഒരു ഔട്ട്സ്കർട്ട്സിലുള്ള സ്റ്റേഷനാണ്. ഇവിടെ എന്താണ് ഇതിൻ്റെ സ്റ്റോപ്പ് കൊടുത്തതെന്ന് അറിയത്തില്ല. മിക്കവാറും ഈയിടെ വല്ലതും കിട്ടിയ സ്റ്റോപ്പായിരിക്കും, വല്ല MP മാരോ വല്ലതും പറഞ്ഞ് കിട്ടിയതായിരിക്കും. ജയ്പൂരിൻ്റെ ഔട്ട്സ്കർട്ട്സിലുള്ള ആൾക്കാർക്ക് ഡൽഹി പോകേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് വല്ല സ്റ്റോപ്പ് കൊടുത്തായിരിക്കും. നമ്മുടെ ഇന്ത്യൻ നേവിയിൽ ഇപ്പം 81 പേർ വന്ദേ ഭാരതാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് മൊത്തത്തിൽ 162 വന്ദേ ഭാരത് ട്രെയിൻസ്, 81 പേർ സർവീസുകൾ. പോരെ, എന്തുവാല്ലേ ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും ഓരോ വന്ദേ ഭാരത് എണ്ണം കൂടിക്കൂടി വരിക. എവിടൊക്കെ ഇപ്പോൾ ഈ നോർത്തിലൊക്കെ വന്ന് ഇഷ്ടം പോലെ വന്ദേ ഭാരത് ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ഓരോ സിറ്റിയെ കണക്ട് ചെയ്യുന്ന ടൈപ്പിന്. നമ്മളിനി ഇന്ന് രാത്രി പ്രയാഗ്രാജ് ഹംസഫറിൽ കയറും. ഞാനിപ്പോൾ ഇന്ന് ഡൽഹിയിൽ പോയിട്ട്, എന്നിട്ട് നമ്മൾ പ്രയാഗ്രാജിൽ നിന്ന് തിരിച്ച് ഡൽഹിക്ക് വരുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഫാസ്റ്റസ്റ്റ് വന്ദേ ഭാരത് എന്ന് വേണം പറയാൻ. കാരണം ഫാസ്റ്റസ്റ്റ് വന്ദേ ഭാരത് ഇൻ ടേംസ് ഓഫ് ആവറേജ് സ്പീഡിൽ വാരണാസി ഡൽഹി വന്ദേ ഭാരത് ഉണ്ട്. 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം ഉച്ച കഴിഞ്ഞ് വാരണാസിയിൽ നിന്ന് വിടുന്നതും ഒരെണ്ണം രാവിലെ വിടുന്നതും. അപ്പോൾ നമ്മൾ രാവിലെ വിടുന്നതിനാണ് കയറുന്നത്. അപ്പോൾ ജസ്റ്റ് 1 km/h ഡിഫറൻസ് മാത്രമുള്ള അതിൻ്റെ ആവറേജ് സ്പീഡിൽ. ഫാസ്റ്റസ്റ്റ് വന്ദേ ഭാരത് ഇൻ ടേംസ് ഓഫ് ആവറേജ് സ്പീഡ് ആണെങ്കിൽ 95 km/h ആണ് ആ ഉച്ച കഴിഞ്ഞ് വിടുന്ന വന്ദേ ഭാരതിൻ്റെ സ്പീഡ്. ഇത് 94. അപ്പോൾ വേണ്ട ഫാസ്റ്റസ്റ്റാണ് വിളിക്കാൻ, കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ രാവിലെ 7:30 എന്തോ കയറിയിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് എന്തോ എത്തും. ഇവിടുന്ന് പ്രയാഗ്രാജിന് ഡൽഹി വരെ. ഒന്ന് ആലോചിക്ക്, അന്യായ കത്തിക്കലാണ് ആ വണ്ടി. നമ്മൾ ആ വണ്ടി കയറുന്നുണ്ട്. നമ്മൾ പോകുന്ന ഡൽഹി പ്രയാഗ്രാജ് റൂട്ടെന്ന് പറയുന്നത് ഫുള്ള് വെട്ടിയും പുകയാണ്. എല്ലാ വണ്ടിയും നല്ല അടിപൊളി പോക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ദൈവം 4G 130-ൽ 1.5 കത്തിക്കലാണ് വണ്ടികളല്ല. നമ്മൾ പോകുന്ന ഹംസഫർ ആണെങ്കിലും നല്ല പോക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് 130 km/h സ്പീഡിലാണ്. 130 ഇവിടെയൊക്കെ. ജയ്പൂർ വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് 130 കയറിയത്. നല്ല സ്മൂത്താണ്. ആസ്യൂഷ്വൽ അറിയാമല്ലോ, നമ്മുടെ വന്ദേ ഭാരതിൽ പോവുകയാണെങ്കിൽ 130 ഒന്നും അറിയത്ത് പോലില്ല, അതുപോലെ കംഫർട്ടാണ്. നമുക്കൊരു കുപ്പി വെള്ളം കിട്ടി. സർവീസൊക്കെ വൻ സ്ലോ ആണ് കേട്ടോ. അവനോട് പറഞ്ഞപ്പോഴാണ് അവൻ കൊണ്ട് വെള്ളം തന്നത്, അറിയോ? പറയാതെ കൊണ്ട് തരുന്ന പരിപാടിയൊന്നുമില്ല. സർവീസൊക്കെ വൻ ഷോവാണ്. ഇപ്പോൾ സമയം 10:54, 11 മണി ആവുന്നേ ഉള്ളൂ. ഇപ്പോഴേ ലഞ്ചൊക്കെ സെർവ് ചെയ്ത് തുടങ്ങി. പോലെ ഉച്ചയ്ക്ക് 1:30 ഡൽഹി എത്തണേ. 1030 രൂപയാണ് എനിക്കായത് കേട്ടോ, ഇവിടുന്ന് ജയ്പൂരിന്ന് ഡൽഹി വരെ ഈ വന്ദേ ഭാരതിന്. അതിൽ 240 രൂപ എങ്ങാണ്ടാണ് ഭക്ഷണത്തിൻ്റെ പൈസ. നമ്മുടെ വന്ദേ ഭാരത് ഒരു 5 മിനിറ്റ് നേരത്തെ അൽവർ ജംഗ്ഷൻ എന്നൊരു സ്ഥലത്ത് തിരികെയാണ്. ഇവിടുന്ന് മധുരയ്ക്കൊക്കെ ലൈനുണ്ട്. ഇവിടുന്ന് മധുര, ആഗ്രയൊക്കെ പോകാൻ എളുപ്പമാണ്. അപ്പോൾ അൽവർ ജംഗ്ഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 11 മണിയായി. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോൾ ഏത് പോസ്റ്ററോ ഫ്ലക്സോ അടിക്കുകയാണല്ലോ അവിടെ ഓറഞ്ച് വന്ദേ ഭാരതിൻ്റെ പടം അവിടെ ഉള്ളത്. ആദ്യമായിട്ട് അത് ഓടിയത് നമ്മുടെ അവിടെയാണ്. ഇപ്പോൾ അത് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ എങ്ങാണ്ടാണ് റെയിൽക്ക് ഇപ്പോൾ ഓടുന്നത്. അപ്പോൾ നേരത്തെയൊക്കെ കൽക്കരി എഞ്ചിൻ്റെയൊക്കെ പടമായിരുന്നു. ഇപ്പോൾ വന്ദേ ഭാരതിൻ്റെ പടമാണ് ഇപ്പോൾ എല്ലായിടത്തും. ഇത് രാജസ്ഥാനിലാണ് ഈ സ്ഥലം കേട്ടോ, അൽവർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. നോർത്ത് വെസ്റ്റേൺ റെയിൽവേ തന്നെയാണ്, മാറിയിട്ടൊന്നുമില്ല. 11 ആയപ്പോൾ തന്നെ അവർ ലഞ്ച് കൊണ്ടു തന്നു. എന്തുവാടി ഇത്, എന്തു കഷ്ടം നോക്കണേ. വയറ്റിൽ വിശപ്പ് പോലുമില്ല. ചൂട് റൊട്ടി ഏതാണ്ടുണ്ട്. ഇത് പനീർ കറി, ഇത് റൈസ്, മറ്റേത് ഡാൽ കറി, ഇത് മിക്സ് വെച്ച്, പിന്നെ ഇത് ദഹി, പിന്നെ പാസും ഉണ്ട്. പോരെ, ഇതാണ് ജോധ്പൂർ വന്ദേ ഭാരതിലെ ലഞ്ച് കേട്ടോ. നോർമൽ ചേർക്കാറില്ലേ. നമ്മുടെ ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് റിവാഡി ജംഗ്ഷനാണ്. അത്യാവശ്യം മെയിൻ ഒരു സ്റ്റേഷനാണ്. കുറേ ലൈൻ വന്ന് മേർജ് ചെയ്യുന്നൊരു സ്റ്റേഷനാണ് റിവാഡി എന്ന് പറയുന്നത്. നമ്മൾ ആ വഴി പലവണ പോയിട്ടൊക്കെ ഉണ്ട്. പനീർ കറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്ത് പനീറൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ട് കേട്ടോ, 1-2 കഷ്ണങ്ങളുണ്ട്. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഓക്കെ എന്ന് പറയാം. അവർക്ക് ഇതൊക്കെ മാറ്റിക്കൂടാ, അല്ലേ? എന്ത് വൃത്തിയുടെ സാധനം ഇത്. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ചോറ് കഴിച്ചു നോക്കട്ടെ. ചോറ്, ചപ്പാത്തി ഓക്കെ, വലിയ കുഴപ്പമില്ലാന്ന് പറയാം. എരിവില്ല, ഉപ്പുമില്ല, ഒരു കുന്തമില്ല. എന്തുവാണ് ഇത്? എൻ്റെ ദൈവമേ,
ആ പരിപ്പിനാണോ ഒരു വികാരവും ഇല്ല. ഇവർക്ക് കുറച്ച് എരിവ് ഉപ്പൊക്കെ ഇട്ടോടെ. എന്തുവാടി ഇത്? ഒന്നുമില്ല ഇതിന്. എരിവുമില്ല, ഉപ്പുമില്ല. ശോക സാധനം കേട്ടോ. ആദ്യമായിട്ട് ഇത്ര ശോക സാധനം കഴിക്കണം. ശരണ്ട് ആളിനൊക്കെ ഉപ്പെങ്കിലും കാണും, ഇത് ഉപ്പ് പോലും ഇല്ല. പെട്ടെന്ന് ഡൽഹി എത്തുമെന്ന് വെച്ചിട്ടാണ് ഈ വണ്ടി കയറിയത്, വേറൊന്നുമല്ല. ഫുഡൊക്കെ വൻ ശോകം. ആ പരിപ്പിൻ്റെ ആ ഒരു ചുവ മാത്രമേ ഉള്ളൂ ഡാൽക്കറിക്ക്. ഉപ്പോ എരിവോ ഒന്നുമില്ല. പരിപ്പ് നമ്മൾ ഈ വേവിച്ചിട്ട് പരിപ്പിനൊരു സ്മെല്ല് കാണുമല്ലോ, ആ ഒരു ഇതാണ്. വേറെ ഒരു വികാരം ഇല്ല ഇതിന്. എന്തോ പറയാനെന്ന്. ഈ ജയ്പൂർ ഡൽഹി റൂട്ടിലെ ഫാസ്റ്റസ്റ്റ് വണ്ടി ഏതാണെന്നറിയോ? 3.25 മണിക്കൂർ എടുത്ത് പോകുന്ന അജ്മീർ ചണ്ഡീഗഡ് വന്ദേ ഭാരതാണ് കേട്ടോ. അത് 7:45 രാവിലെ അത് ജയ്പൂരിനെടുത്താൽ രാവിലെ 11:30 ആകുമ്പോൾ അത് ഡൽഹി കണ്ടോൺമെൻറ് എത്തും. പോരെ ഇതോ പോക്കാ അപ്പോൾ പോണേ. അതിനേക്കാട്ട് ഒരു 10-20 മിനിറ്റ് സ്ലോ ആണ് നമ്മൾ കേട്ടോ. നമുക്ക് 4 മണിക്കൂർ എടുക്കും, പക്ഷേ അത് 3 മണിക്കൂർ 43 മിനിറ്റ് മതി. ഇന്ന് ആ വണ്ടി ഇല്ലായിരുന്നു കേട്ടോ, നാളെ ഉള്ളൂ. ഇന്ന് അത് ഓഫാണ്. രാവിലെ 7:45 ജയ്പൂർ എത്തുന്നത്. രാവിലെ അജ്മീർ നടക്കുന്നതാണ്. എന്നിട്ട് അത് 11:30 ആകുമ്പോൾ ഡൽഹി എത്തും. നമ്മളൊരു വണ്ടിനെ ഇപ്പോൾ ഓവർടേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭുജെന്ന് ബറേലി പോകുന്ന അലാ ഹസ്രത്ത് എക്സ്പ്രസ് എന്നൊരു വണ്ടിയാണിത്. അതിനകത്ത് ഇവിടെ റിവാഡിക്ക് മുന്നേ ഓവർടേക്ക് അടിക്കുക കേട്ടോ. 2-3 സ്റ്റേഷനിൽ ആ വണ്ടി കാരണം നമ്മളെ പിടിച്ചിട്ടായിരുന്നു. അത് മുന്നിൽ പോയുണ്ട്. ലാസ്റ്റ് ഒരു സ്റ്റേഷനിൽ ഒതുക്കി നമ്മളെ കയറ്റി വിട്ടു. വന്ദേ ഭാരതല്ലേ, കയറിപ്പോയില്ല അതിലുള്ള അതിശയം. നമുക്ക് ഡെസേർട്ടായിട്ട് ഐസ്ക്രീം കിട്ടി. ഐസ്ക്രീം അമൂലിൻ്റെ. ഇത് ഏതാണ്? സാധാരണ നോർമൽ ഐസ്ക്രീമാണ്, വനില ഐസ്ക്രീമാണ് അമൂലിൻ്റെ. ഈ പല ഭാഗത്തുനിന്ന് കുറേ ലൈനുകൾ വന്ന് കൂടിച്ചേരുന്നൊരു സ്ഥലമാണ് റിവാഡി എന്ന് പറയുന്നത് കേട്ടോ. ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ നിർത്തും. കുറേ വണ്ടികൾക്ക് ഇവിടെ ക്രൂസ് ചേഞ്ച് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഇപ്പോൾ റിവാഡി ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഇത് ഹരിയാന സംസ്ഥാനമാണ് കേട്ടോ. ഇത് നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ബോർഡറൊക്കെ ആയിട്ട് വരും. ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് നോർത്തേൺ റെയിൽവേ ആണ്. ഇത് ഹരിയാനയാണ്. നമ്മൾ ഇത്ര നേരം രാജസ്ഥാനായിരുന്നല്ലോ. പക്ക ഓൺ ടൈമിലാണ് നമ്മളിവിടെ കയറുന്നത്. 12:13 ആയപ്പോഴേ വന്ന് കയറി. ചുമ്മാ ഒന്ന് പുറത്തിറങ്ങിയാണ് അതിൻ്റെ ഫോട്ടോ ഒന്ന് എടുക്കാൻ വേണ്ടി. ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം. വന്ദേ ഭാരതിന് ഫോട്ടോ എടുത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ റിവാഡി ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഗുർഗാവാണ്. നമ്മുടെ ഗുരുഗ്രാം അവിടെയാണ് ഈ വണ്ടി നിർത്തുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡൽഹി ചാവനിയിലെത്തും. ഈ സ്റ്റേഷൻ ഇരിക്കുന്നത് നോർത്ത് വെസ്റ്റേൺ റെയിൽവേയിലാണ്. പക്ഷേ നമ്മളിനി ഇവിടെ സ്റ്റേഷൻ കഴിയുമ്പോഴേക്കും നോർത്തേൺ റെയിൽവേയിൽ കയറും. ഇത് കണ്ട ഒരു സാധനം കിടക്കുന്ന ഇവിടെ മഹാറാണ പ്രതാപ് എന്നൊരു പേരിലുള്ളൊരു തുഗ്ലക്കാബാദിൻ്റെ WDP-4D നല്ല ലിവറി അടിച്ച ഐറ്റം നോക്കി. കിടില സാധനം. പെട്ടെന്ന് തന്നെ കണ്ടത് കേട്ടോ. ഈ റൂട്ട് മറ്റേ ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നർ പോകുന്ന റൂട്ടാണ്. അതുകൊണ്ട് നല്ല ഉയരത്തിലാണ് ഇവിടുത്തെ ലൈൻ കമ്പി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ വന്ദേ ഭാരതിൻ്റെ പാൻറ്റോഗ്രാഫ് നല്ലപോലെ പൊങ്ങിയായിരിക്കും പോകുന്നത്. ഹൈ റൈസ് ആവും ഇവിടെ വെച്ചിട്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ഡൽഹി എത്താറാകുമ്പോഴേക്കും അന്യായ ഉരുട്ടലാണ്. ഉരുട്ടി ഇപ്പോൾ ഒരു 2 സ്റ്റേഷൻ മുമ്പായി ഗുർഗാവെന്ന്. നമുക്ക് വേസ്റ്റൊക്കെ കിടക്കുന്നുണ്ടോ? എന്തുവാടേ ഇത്? ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കുറേ കാണാൻ പറ്റും. രാജ്യതലസ്ഥാനമാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം തരും കേട്ടോ. ഇതിനകത്ത് ഈ ഓട്ടോമാറ്റിക്കായിട്ടുള്ള അനൗൺസ്മെൻറ്റ് കൂടാതെ തന്നെ എനിക്കൊന്ന് ക്രൂ ആരാണ്ട് വിളിച്ച് പറയുന്നുണ്ട് ഏത് സ്റ്റേഷനിൽ ഏത് പ്ലാറ്റ്ഫോമിലാണ് വന്ന് കയറുന്നതെന്ന്. നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം 2 വന്ന് കയറുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആരാണ്ട് വിളിച്ച് പറഞ്ഞു. നമ്മൾ ഇവിടെയും ഷാർപ്പ് ഓൺ ടൈമിനാണ് എത്തുന്നത്. ഇത് കിടന്ന് നല്ല പോക്കായി സാധനം പോണേ. പക്ഷേ ഫുഡാണ് ശോകം. ഫുഡും സർവീസും ശോകമാണ്. പക്ഷേ റണ്ണിങ് കിടലുമാണ് ഈ വണ്ടിയുടെ. ഇപ്പോൾ എല്ലാ സ്റ്റേഷനും ഇതാണ് അവസ്ഥ. ഫുള്ള് പൊളിച്ചിട്ടേക്കുവാണ്. പുതിയ റീഡെവലപ്മെൻറ്റ് പരിപാടി കാരണം. നോക്കി ഇത് പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ് പണിയുന്നുണ്ടോ? നല്ല ഹൈറ്റിന് നോക്കും. എന്തോ ഹൈറ്റൊന്നും നോക്കിയത് ദൈവമേ. എനിക്കത് പാർക്കിങ്ങും എല്ലാം കൂടെ ചേർന്നാണെന്ന് തോന്നുന്നു. മെയിൻ ലൈനിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് അവിടെ നിർത്തിയത്. വണ്ടി എടുത്തപ്പോൾ തന്നെ കൈ കൊടുത്ത് പോകുന്നുണ്ടോ? കുഞ്ഞ് സാധനമില്ല. 8 കോച്ച് മാത്രമേ ഉള്ളൂ. കൈ എടുത്താൽ അങ്ങ് പറന്നോളും. ഇനി ഇവിടെ നിന്ന് 27 കിലോമീറ്ററും കൂടെ ഉള്ളൂ നമുക്കിനി ഡൽഹി കണ്ടോൺമെൻറ് എത്താൻ വേണ്ടിയിട്ട്. ഒരു അരമണിക്കൂർ വേണ്ട, ഒരു 20 മിനിറ്റ് മതി. നമ്മുടെ ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കാണുന്നത്. നമ്മുടെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമുക്ക് ഈ വഴി പോകുമ്പോൾ കാണാൻ പറ്റും. ഇവിടെ ഷാഹാബാദ് മുഹമ്മദ്പൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്താണ് ഈ എയർപോർട്ട്. നമ്മളിവിടെ കൊച്ചി എയർപോർട്ട് കാണുന്ന പോലെ തന്നെ ഇവിടെയും കാണാൻ പറ്റും. നോക്കണ്ട, വേറെ എയർ ഇന്ത്യയുടെ വേറെ വിമാനമൊക്കെ കിടന്നുണ്ട്. എയർ ഇന്ത്യയുടെ 787, 777. നോക്ക്, എയർ ഇന്ത്യയുടെ പുതിയ ഐറ്റങ്ങൾ ഇഷ്ടംപോലെ കാണാം. കണ്ട, ഇവിടെ അടുത്ത് ഫുള്ള് മിലിറ്ററിയുടെ ഏരിയ ആണ്. അപ്പോൾ മിലിറ്ററിയുടെ ഏരിയയുടെ അടുത്തുള്ള സ്റ്റേഷനാണ് ഈ കണ്ടോൺമെൻറ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സ്റ്റേഷന് ദില്ലി കണ്ടോൺമെൻറ് എന്ന പേര് വന്നത്. ഫുൾ അങ്ങോട്ടെല്ലാം മിലിറ്ററിയുടെ ഏരിയ ആണ്. ഇപ്പോൾ കണ്ടായിരുന്നു. നമ്മളതങ്ങനെ ഷൂട്ട് ചെയ്യാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ദില്ലി കണ്ടോൺമെൻറ് സ്റ്റേഷനിലേക്ക് കണ്ട് പയ്യെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു വെറൈറ്റി കളറിലുള്ളൊരു WAG-5 ലോക്കോ ഉണ്ട് ജാൻസിയുടെ. ഇതിന് ഞങ്ങൾ സാൻഡൽ G5 എന്നൊക്കെ പറയുന്നത്. കാരണം ഇത് ചന്ദന കളറിൽ ഇരിക്കുന്ന സാധനമല്ല. കണ്ടോ, പഴയ ലോക്കമാണ് കേട്ടോ. നല്ല പഴക്കമുള്ളൊരു സാധനമാണ്. ഏത് NMG ട്രെയിനിനെ കൊണ്ട് പോകാം കേട്ടോ. ഇതാണ് നമ്മുടെ ദില്ലി കണ്ടോൺമെൻറ് റെയിൽവേ സ്റ്റേഷൻ. ചെറിയൊരു സ്റ്റേഷനാണ്. ഈ ന്യൂഡൽഹിക്കൊക്കെ മുമ്പേ ഉള്ളൊരു സ്റ്റേഷനാണ്. ഒരു ഔട്ട്സ്കേർട്സിലുള്ള സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വന്ദേ ഭാരത് ടെർമിനേറ്റ് ചെയ്യുന്നത്. ഇത് ഇവിടെ നിന്ന് 3:10 വന്ദേ ഭാരത് എടുത്തിട്ട്
ജോധ്പൂർ ഭാഗത്തേക്ക് പോകും. ജോധ്പൂർ രാത്രി 11:30 എന്തോ എത്തിയത്. നമ്മൾ എത്തുന്നത് 15 മിനിറ്റ് നേരത്തെയാണ് കേട്ടോ. 1:15 നമ്മൾ എത്തിയത്. 1:30 എത്തിയാൽ മതി. നമ്മൾ 1:15 എപ്പോഴും എത്തി കേട്ടോ. ഇത് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലും വലിയ സുഖമൊന്നുമില്ല കേട്ടോ. ഇത് ഫുള്ള് പാച്ച് വർക്ക്. അത് നോക്കിയേ, എന്തുവാണ് ഇത് നോക്ക്, ഫുള്ള് പാച്ച് വർക്കാണ്. അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താ അല്ലേ, വണ്ടി അത്ര വലിയ വെടിപ്പൊന്നും അല്ല സത്യം പറഞ്ഞാൽ. ഫുഡും പോരാ, പക്ഷെ റണ്ണിങ് അടിപൊളിയാണ്. അത് മാത്രമേ ഉള്ളൂ പറയാമെന്ന്. ബാക്കിയെല്ലാം ശോകം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, വണ്ടി ഫുള്ളായിരുന്നു ആൾക്കാർ. ആൾക്കാർ ഫോറിനേഴ്സ് വരെ ഉണ്ടായിരുന്നു. വന്ന് ഇവിടെ വന്ന് ഇറങ്ങി. എക്സിറ്റ് കണ്ടോ, ഇങ്ങനെയാണ് എല്ലാവരും പോകുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ FOB അങ്ങ് ദൂരെ കണ്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രാക്ക് മുറിച്ച് കിടന്നാണ് പോകുന്നത് കേട്ടോ. ഗാന്ധിധാമിൻ്റെ ഒരു WDG 4G8 ഒന്നുമില്ലാത്തൊരു ബുക്സേ കിടക്കുന്നുണ്ടോ. ഇരിക്കുന്നു മറ്റേ വാഗൻ മാത്രമേ ഉള്ളൂ, അതിലൊന്നുമില്ല കണ്ടോ. ചുമ്മാ ഫ്ലാറ്റ് ബെഡ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ തന്നെ ഒന്നുമില്ല. ലോക്കോയും ആ ഒരു റേക്കും മാത്രമേ ഉള്ളൂ. സ്റ്റേഷനൊക്കെ ഫുള്ള് പൊളിച്ചിട്ടൊക്കെ കണ്ടോ. ഇതിൻ്റെ സ്റ്റേഷൻ ഇങ്ങനെ ആവും എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തേക്കാണ്. പടമൊക്കെ കണ്ടോ, ഫുള്ള് ഒന്നുമില്ല, ഫുള്ള് പൊളിച്ചിട്ടേക്കാണ്. പേര് സ്റ്റേഷനിൽ ചെന്നാൽ ഇത് തന്നെ അവസ്ഥ കേട്ടോ. ഫുള്ള് പൊളിച്ച് മര്യാദയ്ക്ക് എൻട്രൻസ് എക്സിറ്റ് ഒന്നുമില്ല. ഈ ഒറ്റ ഒരു വഴി മാത്രമേ ഉള്ളതുകൊണ്ടോ. പണിത് വരുമ്പോൾ അടിപൊളിയാവുമായിരിക്കും. നമ്മളവിടെ എറണാകുളം ജംഗ്ഷൻ ഇതേപോലെ ഇടയ്ക്ക് പണി തുടങ്ങിയിട്ട് മുടങ്ങിപ്പോൾ ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്തായാലും പണിത് വരുമ്പോൾ അടിപൊളിയാവുമായിരിക്കും. ഇപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത യാത്ര നമ്മളോട് എല്ലാവരും പറഞ്ഞൊരു വണ്ടിയാണ്, നമ്മുടെ ഡൽഹി പ്രയാഗ്രാജ് ഹംസഫർ എക്സ്പ്രസ്. എങ്ങും നിർത്താതെ പോകുന്ന ഒരു രാത്രി മാത്രം. ആ വണ്ടി രാത്രി 10:30 എടുത്തിട്ട് രാവിലെ 6:30 പ്രയാഗ്രാജ് എത്തും. അപ്പോൾ നമ്മൾ ആ വണ്ടിയിൽ സ്ലീപ്പറാണ് പോകുന്നത്. കഴിവതും ഉറങ്ങാതുള്ളൊരു യാത്രയാണ്. കാരണം ഉറങ്ങിപ്പോയാൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഇല്ലല്ലോ. പിന്നെ 10:30 എടുത്തിട്ട് രാവിലെ 6:30 എഴുതിയിട്ട് നിങ്ങളെന്ത് കാണിക്കാനാണ്. അപ്പോൾ കഴിവതും ഉറങ്ങാതുള്ളൊരു യാത്രയാണിത്. നല്ല കിടിലം വണ്ടിയാണ്. നിങ്ങൾ ഒരുപാട് റീൽ ആ വണ്ടിയുടെ കണ്ടിട്ടുണ്ടാവും, ഇതേപോലെ പറപ്പിച്ച് പോകുന്നതിൻ്റെ. അപ്പോൾ ആ വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഡൽഹി പ്രയാഗ്രാജ് ഹംസഫർ എക്സ്പ്രസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയാം. ഹംസഫറിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.